ലാസ്റ്റ് വീക്കിൻ്റെ പ്രൈസ് ഡെലിവറി ഓൺ യൂറോ USD. ഓക്കെ, റിയലി ഇൻട്രസ്റ്റിംഗ് ഒരു പ്രൈസ് ഡെലിവറി ആയിരുന്നു ലാസ്റ്റ് വീക്ക്. ആൻഡ് ഇതിന് മുന്നേ ഈ ഒരു പ്രൈസ് ഡെലിവറി കാണുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ എൻ്റെ കൂട്ടത്തിൽ ക്ലിപ്പ് ചെയ്യാം. ഞാനത് വെള്ളിയാഴ്ച എടുത്തതാണ്, വിച്ച് മീൻസ് ഇന്നലെ എടുത്തതാണ്. ഒന്ന് കണ്ടിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് വരാം. നമ്മൾ ഇന്നലെ അത്ര ലൈവ് ഇരുന്നപ്പോഴൊന്നും അത്ര ക്ലീൻ അല്ലായിരുന്നു മൈക്ക്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് പറയാൻ വേഗമായിട്ട് എന്താണ് മാർക്കറ്റിംഗ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലത്തെ പ്രൈസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ നമുക്ക് ബെയറിഷ് ഉണ്ടായിരുന്നു. ബെയറിഷ്, അതായത് ഇപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് 16 ഓഗസ്റ്റ് 15 മൂവാണ് പറയുന്നത്. ഓക്കെ, 2024 ഓഗസ്റ്റ് 15. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൈസ് ബെയറിഷ് വന്നു. നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അത് മിറ്റിഗേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു എല്ലാ HR-ലായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു മിറ്റിഗേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, മിറ്റിഗേഷൻ ഈസ് വെരി ക്ലീൻ. അവിടുന്ന് പ്രൈസ് ബുള്ളിഷ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ക്യാൻഡിലിന് താഴെ പ്രൈസ് ക്ലോസ് ചെയ്തു. നമുക്ക് ദാറ്റ് ഡസൻറ്റ് മീൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് ഒരു പ്രൈസിൻ്റെ റൺ എന്താണെന്ന് ഒരു കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ഹൈയിലേക്ക് പ്രൈസ് റൺ ചെയ്യുമോ. എന്തുവായാലും എൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഫ്രം എക്സ്റ്റേണൽ ടു ഇൻറ്റേർണൽ ടു എക്സ്റ്റേണൽ ആണ്. അപ്പം ഇതൊരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഹൈ സ്വീപ്പ് ചെയ്യുമെന്നാണ് ഡെയിലിയിൽ എൻ്റെ ഓവർ വ്യൂ. ഇതിനി നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ ഇറങ്ങി പോവുകയാണെങ്കിൽ ഞാൻ 4 അവറിലേക്ക് പോവാം. 4 അവറിൽ നമുക്കൊരു മേജർ PDR എന്തെങ്കിലും ഉണ്ടോ മിറ്റിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് ബെയറിഷ്. ഓക്കെ, വി ഹാവ് ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇവിടെ നമുക്കൊരു ഗ്യാപ്പായിട്ട് തന്നെ ഇതിനെ കാണാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞ 15 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പിലേക്ക് നമുക്ക് 15 മിനിറ്റ്സ് ആണോ 1 അവറാണോ 1 അവറിൻ്റെ ഗ്യാപ്പിലേക്ക് നമുക്ക് പോകാം. ഇന്നലെ ഒരു ന്യൂയോർക്കിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ അത് റീപ്രൈസ് 50% നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു ഗ്യാപ്പിൻ്റെ 50% നമുക്ക് നോക്കാം. 50% റൺ ചെയ്തു. പ്രൈസ് എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഒരു റീട്രേസ്മെൻറ്റ് വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ഗ്യാപ്പിനെ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ, ഇൻവേർട്ട് ചെയ്യുന്നുണ്ട്. ക്ലീൻ ആയിട്ട് ആ ഒരു ഏരിയ ഹോൾഡ് ചെയ്തിട്ട് തിരിച്ച് റൺ ചെയ്യും. അപ്പോൾ നമുക്ക് ബുള്ളിഷിനുള്ള എന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ക്ലിയർ ഔട്ട് ചെയ്യുന്നതായിട്ട് കാണണം. ഇതൊരു ഗ്യാപ്പിനേക്കാളും ഉപരി ലിക്വിഡിറ്റി വോയിഡാണ്. ഇതിനകത്ത് ലിക്വിഡിറ്റീസ് എല്ലാം എടുക്കണം എന്നുള്ളതായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇന്നലത്തെ മൈക്ക് ക്ലീൻ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്തിരുന്നത്. അപ്പം നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡൗൺ ക്ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 1 അവറിലാണ്. പിന്നെ ഇത് കൂടുതൽ താഴേക്കാൻ പോകുന്നില്ല. ടോട്ടലി ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റിൽ നോക്കുക. ഓക്കെ, റീട്രേസ്മെൻറ്റ്, മിറ്റിഗേഷൻ, ഷൂട്ടിംഗ് ഹയർ, ബൈ സൈഡ് ലിക്വിഡിറ്റി. അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ, നിങ്ങൾ ആ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ആ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. വെള്ളിയാഴ്ചത്തെ മൂവാണ് പറയുന്നത്. ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ്ലി പ്രൈസ് ക്രോസ് ചെയ്ത് അപ്പ് ഈ ഒരു ഗ്യാപ്പ് റീപ്രൈസ് ചെയ്ത് പോകണം എന്നുള്ളതാണ്. ഡെയിലിയിലേക്ക് പോകുമ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഇതിനകത്ത് കോട്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം, ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്യുന്നു. ഒരു internal range liquidity to external range liquidity. Okay, again we have buy side liquidity, internal range liquidity to external range liquidity. ആ ഒരു സെയിം ഷീറ്റ് എനിക്ക് ഇവിടെയും കാണുമെന്ന് ഞാൻ പ്രതീക്ഷയുള്ളൂ, നത്തിങ് എൽസ്. സോ അത് ഇതിനകത്ത് ഞാൻ കോട്ട് ചെയ്തു. ഈ ഒരു ഏരിയ നല്ല രീതിയിൽ എൻട്രീസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ബൈ സൈഡ് എക്സ്റ്റേണൽ സ്വീപ്പ് ചെയ്തു, ഇൻറ്റേർണലിലേക്കുള്ള റണ്ണ് നമുക്കറിയാം. അവിടെ നിന്ന് പ്രൈസ് റൺ ചെയ്യുന്നു. സോ ഒരു ക്വിക്ക് റിവ്യൂ എന്ന് പറയുകയാണെങ്കിൽ 1 അവറിലേക്ക് ഞാൻ പോകുന്നു. 1 അവറിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ ഡേയ്സും എങ്ങനെ പ്രൈസ് പ്ലേ ചെയ്ത് നോക്കാം. എല്ലാം ഞാൻ റിമൂവ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു മൺഡേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഈക്വൽ ലോസ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലിക്വിഡിറ്റീസ് ആണ്, സ്റ്റിൽ ഇവിടെ ഒരു ഏരിയ ലിക്വിഡിറ്റീസ് ആണ്. നമുക്ക് ചൊവ്വാഴ്ച ഈ ഒരു ലോ സ്വീപ്പ് ചെയ്തു, പ്രൈസ് റൺ ചെയ്യുന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റൺ ചെയ്യുന്നു. ഈ ഒരു ഡൗൺ ക്ലോസ് ക്യാൻഡലിൻ്റെ മേലെ പ്രൈസ് ക്ലോസ് ചെയ്യുന്നു. ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. റീട്രേസ്മെൻറ്റ് ഓൺ ഓർഡർ ബ്ലോക്ക്, ഷൂട്ടിംഗ് ഹയർ. ഇത് ബ്രേക്ക് അവേ ഗ്യാപ്പാണ്. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് അവേ ഗ്യാപ്പ് ഞാൻ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത്. ബ്രേക്ക് അവേ ഗ്യാപ്പാണ്. ഇത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൈസ് റീപ്രൈസ് ചെയ്യുന്നു, ഇതിനകത്തേക്ക് റീപ്രൈസ് ചെയ്യുന്നു. ഈ ഒരു ബിസി റീപ്രൈസ് ചെയ്തതിനു ശേഷം എഗെയിൻ റൺ ചെയ്യുന്നു. എഗെയിൻ നമുക്കൊരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു ഗ്യാപ്പ് റീപ്രൈസ് ചെയ്യുന്നു, എഗെയിൻ റൺ ചെയ്യുന്നു. ഈ ഡേയ്സ് നിങ്ങൾ നോക്കുക, മൂവ്സും ടൈമും കൺസിഡർ ചെയ്യുക.
റീപ്രൈസ്മെൻറ്റും ഡിസ്പ്ലേസ്മെൻറ്റ്സും കൺസിഡർ ചെയ്യുക. സി ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് സി ദ ക്യാൻഡിൽ ലോ 2 എവിടെ നിന്നാണ് ലിക്വിഡിറ്റി എടുത്തേക്കുന്നത്? ഈ കാണുന്ന റിജക്ഷൻ്റെ ഒരു ഓപ്പൺ അല്ലെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. എഗെയിൻ നമുക്ക് എന്തുണ്ട്, ഈ ഒരു ഏരിയയിലേക്ക് റീപ്രൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു HRL ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ HRLൻ്റെ ഒരു ക്ലീൻ മിറ്റിഗേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അവിടെ നിന്ന് പ്രൈസ് റൺ ചെയ്യും. ഈ റണ്ണ് പോയേക്കുന്നതെന്ന് പറയുന്നത് പ്രീവിയസ് വീക്കിൻ്റെ ഹൈയിലേക്കാണ്. ഓക്കെ, പ്രീവിയസ് വീക്കിൻ്റെ ഒരു ഹൈയിലേക്ക് ലിക്വിഡിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പ്രൈസ് റൺ ചെയ്യുന്നു. ഈ ഒരു ഡൗൺ ക്ലോസ്, ഈ ഡൗൺ ക്ലോസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാമല്ലോ. ഈ ഡൗൺ ക്ലോസിൻ്റെ താഴെ പ്രൈസ് ക്ലോസ് ചെയ്യും, ഈ ക്ലോസിൻ്റെ താഴെയും പ്രൈസ് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് പ്രൈസ് ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി ആണ് ഇവിടെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ഇത് ന്യൂസാണ്, ന്യൂസിൻ്റെ മാനിപ്പുലേഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രൈസിൻ്റെ ചൊവ്വാഴ്ചത്തെ പ്രൈസിൻ്റെ ക്ലീൻ ഡെലിവറി ആയിരുന്നു. ചൊവ്വാഴ്ച അത്യാവശ്യം ചൊവ്വാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ചത്തെ പ്രൈസിൻ്റെ ഡെലിവറി ഈ ഒരു ഹൈ സ്വീപ്പ്. ഇതിനെ ഞാനൊരു ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ടല്ല കാണുന്നത്. ഞാൻ ഓൾറെഡി ഇതാണ് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് ഇതിനെ ഒരു സിബി ആയിട്ട് കാണുന്നതിനേക്കാൾ ഒരു ലിക്വിഡിറ്റി വോയിഡായിട്ട് കൺസിഡർ ചെയ്തതിന് ശേഷം ഈ ലിക്വിഡിറ്റീസ് എല്ലാം സ്വീപ്പ് ഔട്ട് ചെയ്യുന്നതാണ് കാണേണ്ടത്. സോ എനിക്കിതിനകത്ത് എൻട്രി ഉണ്ടായിരുന്നു, എനിക്ക് ലണ്ടനിൽ എൻട്രി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ന്യൂയോർക്കിലും എനിക്ക് എൻട്രി ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ അറിയാം. എനിവേ ഇറ്റ് വാസ് സോ ക്ലീൻ ഡെലിവറി ആൻഡ് ഈ ഒരു എൻട്രി രണ്ടും കിട്ടി. ആൻഡ് അതേപോലെ തന്നെ ഈ ഡേയ്സിലെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു വീക്ക് എൻഡ് ചെയ്യാൻ എനിക്ക് പറ്റി. എനിവേ അതായിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് നടന്നത്. എന്തായിരുന്നാലും പ്രൈസിൻ്റെ ഡെലിവറി ക്ലീൻ ആയിരുന്നു. അതേപോലെ DXY നോക്കിയാലും ഒരു ക്ലീൻ ഡെലിവറി ആയിരുന്നു, ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം.